വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ വിലയിടിവ് മൂലം മറ്റു കൃഷികളിലേക്ക് തിരിയുകയാണ് എറണാകുളത്തിന്റെ കിഴക്കൻ മേഖല. റബ്ബർ മുഖ്യ വരുമാനമായി കണ്ടിരുന്നവരാണ് ഇന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായത്. പരമ്പരാഗത റബ്ബർ കർഷകർ പോലും മറ്റ് കൃഷികളിലേക്ക് തിരിയുകയാണ്. കാലാവധി പൂർത്തിയായ റബ്ബർ മരം മുറിച്ചു മാറ്റുന്ന ഭൂമിയിൽ റബ്ബർ വെച്ചുപിടിപ്പിക്കാൻ കർഷകർ തയ്യാറാകുന്നില്ല. പകരം മറ്റ് കൃഷികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ പരമ്പരാഗത റബ്ബർ കർഷകനായിരുന്ന ഫൈസൽ തന്റെ 4 ഏക്കറിലെ റബ്ബർ കൃഷി അവസാനിപ്പിച്ച് മലവേപ്പ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 2 വർഷം പ്രായമായ ഏകദേശം 1000-ഓളം മലവേപ്പ് മരങ്ങളാണ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കൂടിയായ ഫൈസലിന്റെ തോട്ടത്തിൽ പരിപാലിക്കുന്നത്. ഇടവിളയായി പൈനാപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 6 വർഷം കഴിഞ്ഞാൽ മരങ്ങൾ മുറിക്കാം. ശിഖരങ്ങളില്ലാതെ വളരെ ഉയരത്തിൽ ഒറ്റത്തടിയായി വളരുന്നതുകൊണ്ട് അളവും തൂക്കവും കൂടുതൽ കിട്ടും. പാഴ്മരത്തിന്റെ ആവശ്യത്തിനായി പാകുന്ന മലവേപ്പ് പ്രധാനമായും പ്ലൈവുഡ് കമ്പനിക്കാരാണ് വാങ്ങുന്നത്. അടുത്ത കാലത്തായി പ്ലൈവുഡ് കമ്പനികൾ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കൂണുപോലെ മുളച്ചുപൊങ്ങുന്ന സാഹചര്യത്തിൽ മലവേപ്പ് പോലുള്ള പാഴ്മരങ്ങൾക്ക് മാർക്കറ്റ് വർദ്ധിച്ചു വരികയാണ്. റബ്ബറിന്റെ വിലയിടിവ് കാരണമാണ് കൂടുതൽ ലാഭകരമായ മലവേപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതെന്ന് കൃഷിയുടമയായ ഫൈസൽ പറഞ്ഞു. ഇത് ഞങ്ങൾ റബ്ബർ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇത് ഏകദേശം 4 ഏക്കറോളം സ്ഥലം ഉണ്ട്. ഇവിടെ റബ്ബറായിരുന്നു കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. റബ്ബറിൻ്റെ നിലവിലെ സ്ഥിതി മോശമായതുകൊണ്ട് മാറ്റി പരീക്ഷണം നടത്തിയതാണ്. കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലും തമിഴ്നാട്ടിലുമെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. അത് വിവിധ രീതിയിൽ ഞങ്ങൾ അന്വേഷിച്ചത് മനസ്സിലാക്കി, ഇതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 കോതമംഗലം. മലപ്പുറം എടപ്പാളിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്ന മിന്നൽ സമരം പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം ടാക്സിക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ എടപ്പാളിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതികളായ ബസ് ജീവനക്കാർ റിമാൻഡിലായതിനെ തുടർന്നാണ് ജീവനക്കാർ സമരം നടത്തിയത്. SSLC പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ പെരുവഴിയിലായി. തിരൂർ ഡിവൈഎസ്പി KM ബിജുവും ബസ് ജീവനക്കാരും ബസ് ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ഇന്ന് കാലത്ത് എടപ്പാളിൽ പോലീസുമായി ഉണ്ടായ വാക്കേറ്റത്തിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 ബസ് ജീവനക്കാർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരിയെ ഇടിച്ച ശേഷം മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരി പരിയാരം ചില്ലായി അന്നു, കാർ യാത്രക്കാരി കൊന്നക്കുഴി കരിപ്പായി ആനി എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. പരിയാരം CSR കടവിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന തോമസിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോമസിന്റെ ഭാര്യയാണ് മരിച്ച ആനി. കൊല്ലം പുനലൂർ അഞ്ചൽ പാതയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കരവാളൂർ പിറക്കൽ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. വെഞ്ചേബ് സ്വദേശി സ്വാതി പ്രകാശാണ് മരിച്ചത്. ബുള്ളറ്റും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയും അതിന് പുറകിലായി വന്ന മറ്റു 3 ബൈക്കുകളും കൂട്ടിയിടിക്കുകയുമായിരുന്നു. അപകടത്തിൽ 7 പേർക്ക് പരിക്കുപറ്റി. കരവാളൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ആനയെ ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് വാടാനംകുറിശി മേൽപ്പാല നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പാലക്കാട് ഗുരുവായൂർ പാതയിൽ സഞ്ചരിക്കുന്നവർ ദുരിതത്തിലായി. നിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. റോഡിന് നടുവിലുള്ള തൂണ് കാരണം വാഹന ഗതാഗതം താറുമാറായി. 1 വർഷത്തിനകം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് 2020 ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച വാടാനംകുറിശി മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 3 വർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്. തുടക്കത്തിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് വേഗത കൂടിയെങ്കിലും കോവിഡ് കാലത്ത് നിർമ്മാണം നിലച്ചു. മേൽപ്പാലത്തിനായി പൂർത്തീകരിക്കേണ്ട 13 തൂണുകളിൽ 10 എണ്ണം നിർമ്മിച്ചു. ബാക്കി 3 തൂണുകളുടെ നിർമ്മാണ ചുമതല റെയിൽവേക്കാണ്. 1.5 മാസം കഴിഞ്ഞിട്ടും ഒരുവിധ നിർമ്മാണവും റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പാതയുടെ നടുവിൽ സ്ഥാപിച്ച വീതി കൂടിയ തൂണാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പാതയ്ക്ക് നടുവിലായതിനാൽ ഒരു വശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും കടന്നുപോയതിനു ശേഷം വേണം മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ. മീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന വാടാനക്കുറിശി റെയിൽവേ ഗേറ്റ് കൂടി അടയ്ക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതോടെ ആംബുലൻസുകളടക്കം രോഗികളുമായി പോകുന്ന വാഹനങ്ങൾ വലിയ ദുരിതത്തിലാകും. എത്രയും പെട്ടെന്ന് നിർമ്മാണം എന്തായാലും ഇത് അടുത്ത് നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. കാരണം റെയിൽവേയുടെ അനുമതിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനെന്താ വെച്ചാൽ താൽക്കാലികമായിട്ട് റോഡ് സംവിധാനം ഇവിടുത്തെ പൊടി ഒന്ന് ഒഴിവാക്കാൻ ഈ റോഡൊന്ന് ടാർ ചെയ്ത് തരാം താൽക്കാലികമായിട്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വലിയൊരു ഭാഗവും പൊളിച്ചിട്ടുണ്ട്. ഇവിടെ പൊടിശല്യം രൂക്ഷമാണ്.
പ്രദേശത്ത് കഴിയുന്നവരെ ശ്വാസമുട്ടടക്കമുള്ള രോഗങ്ങളും അലട്ടുന്നു. പട്ടാമ്പി മുതൽ കുളപ്പുള്ളി വരെ റോഡ് തകർച്ച മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വാടാനം കൃഷിയിലെത്തുമ്പോഴാണ് ഈ യാത്രാ ദുരിതം. ഒന്നാമത് ഈ ഗേറ്റിന്റെ ബ്ലോക്കും പിന്നെ അതിന്റെ പുറമെ ഈ പാലത്തിന്റെ ബ്ലോക്ക് ആകുമ്പോൾ പൊടിയും എപ്പോഴും ഇവിടെ ഒരു ഗേറ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടും. രാവിലെ കോളേജിലേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങണതല്ലേ. മേൽപ്പാലത്തിന്റെ പ്രവർത്തകർ തുടങ്ങിയില്ലെങ്കിലും താൽക്കാലികമായി പ്രദേശത്തെ പൊളിച്ച റോഡ് ടാർ ചെയ്യണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വാടാനം കൃഷി. നോമ്പുകാലം തുടങ്ങിയതോടെ തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികിൽ വൈകുന്നേരമായാൽ വലിയ തിരക്കാണ്. നോമ്പുതുറയും തറാവീഹ് നമസ്കാരവും കഴിഞ്ഞ് ഉപ്പിലിട്ടതിന്റെയും ശീതളപാനീയങ്ങളുടെയും രുചി നുണയാൻ നിരവധി പേരാണ് എത്തുന്നത്. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികിലെ പള്ളിക്കത്തായത്തു നിന്നുള്ള കാഴ്ചയാണിത്. വീട്ടിലെ നോമ്പുതുറയും നിസ്കാരവും കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്തെ യുവാക്കൾ ഇങ്ങോട്ട് എത്തുകയായി. വിവിധ ഇനം പഴങ്ങൾ, ഉപ്പിലിട്ടത്, കളർ മസാല സോഡകൾ, ചിരണ്ടി ഐസുകൾ, മഞ്ചാടി, ഇങ്ങനെ പോകുന്നു രുചിയുടെ പേരുകൾ. ചെറുമുക്ക് വഴി താനൂർ തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വഴിയിൽ വയലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടത്തെ തണുത്ത കാറ്റും കുളിരുമാണ് ആളുകളെ ഇങ്ങോട്ടാകർഷിക്കുന്ന പ്രധാന ഘടകം. തൊട്ടപ്പുറത്ത് വല്ല വയലാണ്, നല്ല ആമ്പൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന വയലാണ്. അവിടെ നിന്നുള്ള നല്ല കാറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന സംഗതിയാണ്. ഇപ്പോൾ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇങ്ങോട്ടെത്താറുള്ളത്. രാത്രി ഏറെ വൈകിയും ഇവിടെ തിരക്ക് തുടരും. മാങ്ങ, ജാതിക്ക, കോവയ്ക്ക, നാരങ്ങ, അങ്ങനെ പോകുന്നു ഉപ്പിലിട്ടവ. ചെറിയ കുട്ടികൾക്ക് പ്രിയമുള്ള ചിരണ്ടി ഐസാവട്ടെ വിവിധ രുചികളിലുണ്ട്. മഞ്ചാടി സോഡ, ഗർഭം കലക്കി, സുനാമി, മോരു സോഡ, നന്നാരി സോഡ, പൈനാപ്പിൾ സോഡ, അങ്ങനെ സോഡകളിൽ പലതരം. ചെറുമുക്ക് പള്ളിക്കത്തായം സ്വദേശികളായ MK ലത്തീഫ്, പറമ്പേരി അഷ്റഫ് എന്നിവരാണ് കച്ചവടക്കാർ. ന്യൂസ് 18 തിരൂർ. നോമ്പു തുറയ്ക്ക് വ്യത്യസ്തതയേകാൻ കോഴിമുട്ട കുൽഫിയുമായി എത്തിയിരിക്കുകയാണ് മലപ്പുറം കുറ്റിപ്പുറം പള്ളിപ്പടി സ്വദേശി ആഷിഖ്. നിരവധി പേരാണ് വൈകുന്നേരങ്ങളിൽ വളാഞ്ചേരി മൂച്ചിക്കലിലുള്ള ആഷിഖിന്റെ കടയിലേക്ക് ഈ കോഴിമുട്ട കുൽഫിക്കായി എത്തുന്നത്. കുലുക്കി സർബത്തും ഫുൾജാർ സോഡയും ഹിറ്റായത് ഒരു റമദാൻ കാലത്താണ്. ഇവർക്കൊപ്പം നിൽക്കാൻ വ്യത്യസ്തത തേടി ആഷിഖെത്തിയത് ഒരു കുൽഫിയിലാണ്. വെറും കുൽഫിയല്ല, കോഴിമുട്ട കുൽഫി. 2 കോഴിമുട്ട പ്രത്യേകം തയ്യാറാക്കിയ മെഷീനിൽ പാകത്തിന് എണ്ണയോടൊപ്പം ഒഴിക്കും. മിനിറ്റുകൾക്കുള്ളിൽ കോഴിമുട്ട കുൽഫി റെഡി. ആവശ്യക്കാർക്കനുസരിച്ച് എരിവും സോഡയും ചേർത്ത് തയ്യാറാക്കി വിതരണം ചെയ്യുന്നതാണ് രീതി. ഒരു കുൽഫിക്ക് 30 രൂപയാണ് വില. നമ്മൾ ഈ കാണുന്ന മെഷീനിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തള്ളുന്നുള്ളൊന്നും വേണ്ട ആവശ്യമില്ല. ആള് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തന്നെ പൊന്തി വരും. ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലായിരുന്നു ഫസ്റ്റ് 2 ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സുഹൃത്ത് വെച്ച് ആരടിയിൽ നിന്ന് കുത്തി പൊന്തിക്കണെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അവരോട് കുത്തി പൊന്തിക്കാൻ ആളില്ലാത്ത സാധനമാണ്. നോമ്പു തുറയ്ക്കും തറാവീഹ് നമസ്കാരത്തിനും ശേഷം നിരവധി യുവാക്കളാണ് ആഷിഖിന്റെ കടയിലേക്ക് എത്തുന്നത്. ഇവർ മിക്കവരും ആവശ്യപ്പെടുന്നത് കടയിലെ താരമായ കോഴിമുട്ട കുൽഫി തന്നെയാണ്. ഇതുകൂടാതെ ചില്ലി സോഡ, മോര് സോഡ, അനാർ സോഡ തുടങ്ങി നിരവധി സോഡകളും മസാല ചേർത്ത മാങ്ങയും ആഷിഖ് തയ്യാറാക്കി നൽകുന്നു. നോമ്പുതുറ ആഘോഷമാക്കുന്ന ഭക്ഷണപ്രേമികൾക്കിടയിൽ ആഷിഖിന്റെ കോഴിമുട്ട കുൽഫിയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 തിരൂർ. തുർക്കിയിലെയും ജോർദാനിലെയും തൊപ്പികൾ ഇനി തിരൂരിൽ നിന്നും സ്വന്തമാക്കാം. റമദാനിൽ വിദേശ തൊപ്പികളുടെ വിപുലമായ ശേഖരമാണ് തിരൂർ ഫോർസ മാളിലെ അലിഫ് ഇസ്ലാമിക് കോർണറിൽ ഉള്ളത്. 5 രൂപ മുതൽ 2000 രൂപ വരെയുള്ള തൊപ്പികളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. തുർക്കി, ജോർദാൻ, ബംഗ്ലാദേശ്, ചൈന, മലേഷ്യ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന തൊപ്പികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. 5 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള തൊപ്പികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ഉള്ളത്. ഇവയോടൊപ്പം ഇന്ത്യൻ നിർമ്മിത തൊപ്പികളും ഇവിടെ സുലഭമാണ്. നമസ്കരിക്കാൻ വിരിക്കുന്ന മുസല്ലകൾ പ്രധാനമായും തുർക്കിയിൽ നിന്നാണ് എത്തുന്നത്. ചൈന, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നും മുസല്ല എത്തുന്നുണ്ട്. തുർക്കിയിലെ മുസല്ലകൾക്ക് 770 രൂപ മുതൽ 1000 രൂപ വരെയാണ്. റമദാനിൽ തുർക്കി, ജോർദാൻ തൊപ്പികൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് എന്ന് കടയുടമയായ ഹമീദ് ചെമ്മാട് പറയുന്നു. ഇന്ത്യൻ്റെ തൊപ്പി കൂടാതെ ബംഗ്ലാദേശ്, ചൈന, ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, തുർക്കി ഇങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളെ തൊപ്പികൾ നമ്മളെ കയ്യിലുണ്ട്. ഏകദേശം 5 രൂപ തൊട്ട് 2000 രൂപ വരെ ഒരു തൊപ്പിൻ്റെ വിലയാണ്. മുസല്ലയും ഒരു ഏകദേശം ഒരു 70 രൂപ തൊട്ട് ഒരു 700 രൂപ വരെ നമ്മളെ കയ്യിൽ മുസല്ല ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്.
റമദാനിലും നബിദിനത്തിലുമാണ് കൂടുതൽ തൊപ്പികൾ വിറ്റഴിക്കുന്നത് എന്നാണ് കടയുടമ പറയുന്നത്. തൊപ്പികൾക്കും മുസല്ലകൾക്കും പുറമെ ചൈന, പാകിസ്ഥാൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജപമാലകളും ജോർദാന്റെ 1500 രൂപ വിലയുള്ള ജപമാലകളും ഇവിടെയുണ്ട്. ന്യൂസ് 18 തിരൂർ. തിരൂർ ചെയർപേഴ്സണെ ഉപരോധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ. തിരൂർ നഗരസഭയിലെ വിവിധ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാരൻ തയ്യാറായില്ല എന്നാരോപിച്ചാണ് ഉപരോധം. തുടർന്ന് പ്രതിഷേധക്കാരുമായി ചെയർപേഴ്സൺ ചർച്ച നടത്തുകയും മാർച്ച് 31-ന് പ്രവൃത്തി തുടങ്ങുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്. കാർഷിക കേരളം. കാലനൂറ്റാണ്ടായി തരിശായി കിടന്ന പാടത്ത് 100 മേനി വിളവ്. കോഴിക്കോട് നാദാപുരത്തെ വരിക്കോളി 10 കണ്ടത്തിലാണ് കർഷക കൂട്ടം നെല്ലിൽ 100 മേനി കൊയ്തത്. ആഘോഷമായി കൊയ്ത്തുത്സവവും നടത്തി. നാദാപുരം വരിക്കോളിയിലെ 10 കണ്ടത്തിലെ പാടം കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരുന്നത് 1/4 നൂറ്റാണ്ടോളമാണ്. എന്നാൽ കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുന്ന പാടം കഠിനാധ്വാനത്തിലൂടെ 100 മേനി വിളയിച്ചിരിക്കുകയാണ് 100 കണക്കിന് ആളുകൾ. എല്ലാവരും ഒത്തുചേർന്നാണ് നിലമൊരുക്കി വിത്ത് വിതച്ച് ഞാറ് നട്ട് 100 മേനി വിളയിച്ചെടുത്തത്. ഉമാ നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷം ഒരു ശ്രമം നടത്തി പരാജയപ്പെടുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങൾ വളരെ ഒരു ശ്രമം നടത്തുകയും അത് വിജയം കാണുകയും ചെയ്തു. അതിന് നാദാപുരം കൃഷിഭവൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഉത്സവമായിട്ട് തന്നെയാണ് ഇതിൻ്റെ നടിയിലും കൊയ്ത്തും ഒക്കെ തന്നെ നടത്തിയത്. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ NSS വോളണ്ടിയർമാർ, സമീപത്തെ LP സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം കൃഷിയിൽ പങ്കുചേർന്നിരുന്നു. കൃഷിക്കപ്പുറം നെൽകൃഷിയുടെ പരിശീലന കളരി കൂടിയായി 10 കണ്ടം മാറി. നാദാപുരം ഗ്രാമപഞ്ചായത്ത് വിഹിതം, കർഷക കൂട്ടം അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സംഖ്യ എന്നിങ്ങനെയാണ് ചെലവുകൾ കണ്ടെത്തിയത്. വരും വർഷങ്ങളിലും കൃഷി തുടരുമെന്നാണ് കർഷക കൂട്ടം പറയുന്നത്. ന്യൂസ് 18 വടകര. മുന്തിരി ഉൾപ്പെടെയുള്ള സമ്മിശ്ര കൃഷി നടത്തി വിജയം കൈവരിക്കുകയാണ് കോന്നി ചിറക്കൽ സ്വദേശി ഷാജി. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ ഷാജി വിശ്രമവേളയിലാണ് വീട്ടാവശ്യങ്ങൾക്കായി കൃഷി ചെയ്യുന്നത്. കൗതുകത്തിന് തുടങ്ങിയ കൃഷി ഇന്ന് ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. കടുത്ത വേനലിലും ഷാജിയുടെ വീട്ടുമുറ്റത്തെ മുന്തിരിവള്ളികൾ പൂവിട്ട് കായ്ച്ചു നിൽക്കുന്നത് ആരെയും ആകർഷിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നാട്ടിൻപുറങ്ങളിലെ കൃഷിയിടങ്ങളിൽ മുന്തിരി കായ്ക്കുന്നത് തന്നെ അപൂർവമാണ്. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ ഷാജി കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് വീട്ടുമുറ്റത്ത് മുന്തിരിവള്ളി നട്ടുപരിപാലിച്ചത്. എല്ലുപൊടിയും ചാണകവെള്ളവും കൊണ്ടുള്ള മിശ്രിതം വളമായി ഉപയോഗിച്ചതോടെ വിളവ് ലഭിച്ചു തുടങ്ങി. ഇത് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇത് നാട്ടിലെങ്ങും ഇല്ല, എല്ലായിടത്തും വളരുന്നുണ്ട്, പക്ഷേ എങ്ങും കായുമില്ല. എന്നോടും പലരും പറഞ്ഞു ഇതെങ്ങനെ നട്ടുപിടിപ്പിച്ചു, ഇതെങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അറിയാവുന്നവർക്കൊക്കെ വിളിച്ചു ചോദിക്കും, അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നട്, ഈ രീതി ചെയ്യ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടാവശ്യങ്ങൾക്കുള്ള മിശ്രിത കൃഷിരീതിയാണ് ഷാജി നടത്തുന്നത്. മുന്തിരിക്ക് പുറമെ ചൈനീസ് ഓറഞ്ച്, നോനി, അവക്കാഡോ, കോളിഫ്ലവർ, ക്യാബേജ് എന്നിവയും വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. മുയൽ, വിവിധ ഇനം കോഴികൾ, പ്രാവ് എന്നിവയെയും കൃഷിയോടൊപ്പം വളർത്തുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. എല്ലാം ജൈവവളം ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്രോ ബാഗിലാണ് നടന്നത്. കുറച്ച് നേരത്തെ മേളിലാണ്, ഇപ്പം മേളിലില്ല, ടെറസിലില്ല. ഇപ്പം എല്ലാം ഗ്രോ ബാഗിൽ പച്ചില നിറയ്ക്കും. ആദ്യമേ തന്നെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഇച്ചിരി പച്ചില നിറച്ച് വെച്ച് മണ്ണും മിക്സ് ചെയ്ത്, മണ്ണും വളവും എല്ലാം കൂടെ. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കോഴിയുടെ കാഷ്ടവും മുയലുണ്ടായതുകൊണ്ട് മുയലിൻ്റെ കാഷ്ടവും മാത്രം. വേറെ ഒരു വളവും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടേ ഇല്ല, ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ എനിക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങിയതെങ്കിലും കൃഷി ഇപ്പോൾ ഷാജിയുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നൊരുക്കി ക്ഷേത്ര സമിതി. മലപ്പുറം പാണ്ടിക്കാട് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രം സമിതിയാണ് മതസാഹോദര്യത്തിന്റെ മഹനീയ മാതൃകയായത്. ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നൊരുക്കിയാണ് ക്ഷേത്ര കമ്മിറ്റി വേറിട്ട സന്ദേശം പകർന്നത്. സാധാരണഗതിയിൽ ആറാട്ട് സദ്യയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത്. ഇത്തവണ റമദാൻ കൂടിയായതോടെയാണ് ഇഫ്താർ വിരുന്നൊരുക്കാൻ തീരുമാനിച്ചത്. ഒലിപ്പുഴയിലെ 2 മഹിള കമ്മിറ്റികളും ക്ലബ്ബ് പ്രവർത്തകരും സജീവമായതോടെ ഇഫ്താർ വിരുന്നിൽ 1000-ഓളം പേർ പങ്കെടുത്തു. സമൂഹ നോമ്പുതുറ ആക്കി മാറ്റുകയും നല്ലൊരു വിജയത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ
എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളെ നാടിൽ നേരിടുന്ന പല പ്രതിസന്ധികളും ഇതൊക്കെ ഈ കൂട്ടായ്മ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൂട്ടായ്മകൾ പരസ്പരം നല്ലോണം കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഇതിന് എല്ലാവിധ അനുകൂലമായ കാര്യങ്ങളും ഉണ്ടാവും. ഇനി എല്ലാ വർഷവും ഇതേപോലെ തന്നെ പല കൂട്ടായ്മകളും ഉണ്ടാക്കുകയും ഇതുപോലുള്ള നോമ്പുതുറകളും ഇത് വേറെ പല രീതിയിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ജയൻ ബാബു, സെക്രട്ടറി രതീഷ്, ക്ഷേത്രസമിതി, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 മലപ്പുറം. ജലത്തിൽ തീപിടിക്കുന്ന കാലം എന്നൊക്കെ കാവ്യാത്മകമായി പറയാറുണ്ട്. പക്ഷേ ജലത്തിൽ തീപിടിക്കുമെന്ന് മനസ്സിലാകും കൊല്ലം അഞ്ചാലുമൂടിലെ സ്വർണ്ണമ്മയുടെ വീട്ടിലെത്തിയാൽ. സ്വർണ്ണമ്മ മാത്രമല്ല, അയൽക്കാരും സമാന പ്രതിസന്ധിയിലാണ്. ഇതേതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിലെ ചീനച്ചട്ടിയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പിന്നെ എന്താണെന്നല്ലേ? ദാ ഇങ്ങനെ ഈ കാണുന്ന കിണറ്റിലേക്ക് തൊട്ടിയിറക്കി മുക്കിയെടുത്ത് കരക്കെത്തിച്ച വെള്ളമാണിത്. ഒരൽപ്പം പേപ്പർ കത്തിച്ചിട്ടപ്പോൾ കണ്ട കാഴ്ച ആരെയും അമ്പരപ്പിക്കും. അഞ്ചാലുമൂട് മുരുന്തൽ സ്വദേശി സ്വർണ്ണമ്മയുടെ കിണറ്റിലെ വെള്ളമാണ് ഈ കിടന്നു കത്തുന്നത്. ഏതു വറവ് കാലത്തും വറ്റാത്ത ഉറവയുള്ള കിണറാണിത്. സാധാരണ കിണർ എണ്ണക്കിണറായതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഞങ്ങളുടെ വെള്ളത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ കുടിവെള്ളം ഇത് ഞങ്ങൾക്ക് കുളിക്കാനും പറ്റത്തില്ല. ആഹാരം കൊച്ചുങ്ങളെ തല കുറേ നാൾ ഞങ്ങൾ എടുത്ത് ഒഴിച്ച് ഇത് ആരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിയാതെ ഒരുപാട് നാൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെ തലയിൽ ഒഴിച്ചിനി. അവർക്കിനി എന്തെങ്കിലും അസുഖം വരുമോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഭാവിയിൽ. വേനൽക്കാലത്ത് കുടിവെള്ളം മുട്ടിയതോടെ അധികൃതർക്ക് പല പ്രാവശ്യം പരാതി കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല. പ്രദേശവാസികൾ പലരും സമാനമായ അവസ്ഥയിലാണ്. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ചോർച്ചയുണ്ടായതാണോ എന്ന് സംശയമുണ്ട്. എന്നാൽ ഇത് പമ്പുടമകൾ നിഷേധിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. ശാസ്ത്രീയമായ രീതിയിലാണ് ആ സ്റ്റോറേജ് ചെയ്തിരുന്നതെങ്കിൽ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ഒഴുക്ക് ഇവിടെ വരില്ലായിരുന്നു. അവർ പറയുന്നത് പക്ഷേ അവിടെ ലീക്കില്ല, അതിന് ഞങ്ങൾ മീറ്റർ വെച്ചിട്ടുണ്ട്, ഒരു തുള്ളി പോലും പോകുന്നില്ല. പിന്നെ ഈ കിണറ്റിൽ ഈ പെട്രോളും ഡീസലും എവിടെ നിന്ന് വരുമെന്ന് അറിയത്തില്ല നമുക്ക്. വീട്ടാവശ്യങ്ങൾക്കായി ബന്ധുവീടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ. കോർപ്പറേഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊല്ലം. പത്തനംതിട്ട ഗവി വനത്തിൽ റിസർവ് ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥ സംഘമെത്തി. വനത്തിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കാനും പ്രദേശവാസികളെ സാമ്പത്തികമായി സുരക്ഷിതരാക്കാനുമുള്ള പദ്ധതികളുമായിട്ടാണ് സംഘമെത്തിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫീൽഡ് തല സാമ്പത്തിക സാക്ഷരതയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. ഉദ്യോഗസ്ഥ സംഘത്തെ കൊച്ചുപമ്പയിൽ വെച്ച് പൂർണ്ണ കുംഭം നൽകിയാണ് പ്രദേശവാസികൾ സ്വീകരിച്ചത്. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൽ തിരുശേഷിപ്പുകളുടെ സമർപ്പണം അടുത്ത മാസം 7-ന് നടക്കും. ആത്മീയ സമ്മേളനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് റമദാന്റെ ഭാഗമായി മർക്കസിൽ ഒരുക്കിയിരിക്കുന്നത്. മർക്കസ് നോളജ് സിറ്റിയിലെ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് അഥവാ മസ്ജിദുൽ ഫുദൂഹിന്റെ നിർമ്മാണം പ്രഖ്യാപിച്ചത് മുതൽ നിറയെ വിവാദങ്ങളായിരുന്നു. അതിനിടയിലും മർക്കസ് നോളജ് സിറ്റിയിൽ മസ്ജിദിന്റെ നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു. പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മസ്ജിദിന്റെ ചിത്രങ്ങൾ പോലും പുറത്തെത്തിയത്. തിരുശേഷിപ്പുകളുടെ സമർപ്പണവും ആത്മീയ സമ്മേളനവും ഏപ്രിൽ 7-ന് നടക്കുമെന്നും വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്നും മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ജുമഅകളിൽ ഇൻഷാ അല്ലാഹ് വേറിട്ട പണ്ഡിതന്മാരുടെ സാന്നിധ്യവും പ്രഭാഷണവും അതുപോലെ ഇവിടെ നടക്കുന്ന സുഹബ പ്രോഗ്രാം 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൊച്ചു ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി പല പദ്ധതികളും ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പാരായണം പരിശീലിപ്പിക്കുന്നതും അധ്യാപകർക്ക് പ്രത്യേകമായ പരിശീലനം നടത്തുന്നതുമായ ഇജാസത്തിൻ്റെ പ്രോഗ്രാമുകളും ഈ റമദാൻ മാസത്തിൽ ജാമിയുൽ ഫുതൂഹിൽ വെച്ച് നടക്കുന്നുണ്ട്. മസ്ജിദ് ഔദ്യോഗികമായി തുറന്നുകൊടുത്തത് മുതൽ ഇവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ജുമാ നിസ്കാരത്തിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാനായി നിരവധി വിശ്വാസികളാണ് എത്തുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. ഇടുക്കി ഉപ്പുതോട് സ്വദേശി രാഖി R. ആചാര്യയുടെ പുസ്തകം കവി രാവുണ്ണി പ്രകാശനം ചെയ്തു. ഹൈറേഞ്ചിലെ കവി അരങ്ങുകളിൽ സജീവമായ ഈ എഴുത്തുകാരിയെ പരിചയപ്പെടാം.
ഇടുക്കി ചെറുതോണിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് രാഖി ആർ ആചാരി. MBA ബിരുദധാരിയുമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കഥകളും കവിതകളും എഴുതുമായിരുന്നു. അടുത്ത കാലത്ത് എഴുത്തുകാരനായ CE സുനിലിനെ കണ്ടുമുട്ടിയതാണ് രാഖിയുടെ സാഹിത്യ സഞ്ചാരത്തിൽ വഴിത്തിരിവായത്. അങ്ങനെയാണ് എഴുതിയ കവിതകളെല്ലാം സമാഹരിച്ച് പുസ്തകമാക്കിയത്. 56 കവിതകളാണ് ഇരുൾപ്പൂവ് എന്ന് പേരിട്ട പുസ്തകത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം കവിതാ സമാഹാരം കവി രാവുണ്ണി പ്രകാശനം ചെയ്തു. നന്ദി എന്നിലെ എനിക്കും നിനക്കും, നന്ദി എന്നുടെ നാൾ വഴികൾക്കും, നന്ദി ചൊല്ലട്ടെ എൻ്റെ സ്വപ്നങ്ങൾക്കും, നന്ദിയുണ്ട് തരാൻ പിന്നെയും കുറേ. കൂടുതലും ഞാൻ സ്ത്രീപക്ഷ കവിതകളാണ് എഴുതാറുള്ളത്. അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല, മറ്റു പലരും പറയാത്ത കുറേ കാര്യങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. എല്ലാ തരത്തിലുള്ള കവിതകളും ഞാൻ എഴുതാറുണ്ട്. സ്ത്രീകൾ നേരിടുന്ന വിവേചനവും ഒറ്റപ്പെടലുമെല്ലാമാണ് രാഖിയുടെ കവിതകളിലെ പ്രമേയം. പുസ്തകം ഇറങ്ങിയത് ഇപ്പോഴാണെങ്കിലും ഹൈറേഞ്ചിലെ കവിയരങ്ങുകളിലും സാഹിത്യ പരിപാടികളിലും പതിവ് സാന്നിധ്യമാണ് രാഖി. ഇനിയും എഴുത്ത് തുടരണം എന്നു തന്നെയാണ് ആഗ്രഹം. എഴുത്തിന്റെ വഴികളിൽ സർവ്വ പിന്തുണയുമായി ഭർത്താവ് ബൈജു ഭാസ്കറും മറ്റു കുടുംബാംഗങ്ങളും രാഖിക്കൊപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കത്തുന്ന വേനലിൽ കണ്ണിന് കുളിരു പകരുന്ന കാഴ്ചയാക്കുകയാണ് കാസർഗോഡ് ഉദിനൂരിലെ നരയൻ പൂപ്പന്തൽ. ഉദിനൂർ തടിയങ്കോവൽ മുണ്ടയ്ക്ക് മുന്നിലാണ് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പൂപ്പന്തലുള്ളത്. പഴകി ദ്രവിച്ച ചെമ്പകമരത്തിൽ ശാഖകളായി പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് നരയൻ പൂപ്പന്തൽ. മനോഹരമായ കാഴ്ച എന്നതിലുപരി അനേകം പേർക്കാണ് ഈ വള്ളിച്ചെടി തണലും കുളിരും പകരുന്നത്. ഇലയും പൂക്കളും തിങ്ങി നിറഞ്ഞ പന്തലിന് കീഴിൽ നിരവധി വഴിയാത്രക്കാർ കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടിയെത്താറുണ്ട്. പ്രദേശത്തെ കുട്ടികൾക്ക് ഇത് കളിപ്പന്തലാണെങ്കിൽ പുറംപണി തൊഴിലാളികൾക്ക് ഇത് വിശ്രമ കേന്ദ്രമാണ്. ഉച്ച സമയത്തൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് ഈ പൂപ്പന്തലിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൈകുന്നേരം കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ വേണ്ടി ഈ പൂപ്പന്തലിലാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ സന്തോഷമുള്ളൊരു സമയമാണ് ഇതിൻ്റെ കീഴിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പൂരോത്സവ കാലമായതിനാൽ വൈകുന്നേരങ്ങളിൽ കുട്ടിക്കൂട്ടങ്ങൾ പൂ പറിക്കാനും ഇവിടേക്ക് എത്താറുണ്ട്. ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഈ കാട്ടുചെടിയുടെ ഇല അന്വേഷിച്ച് നാട്ടുവൈദ്യന്മാരും എത്താറുണ്ട്. മഞ്ഞപ്പിത്ത ശമനത്തിനും പ്രസവരക്ഷാ ഔഷധമായും മുറിവുകൾ ഉണക്കുന്നതിനുമെല്ലാം ഇതിന്റെ ഇല ഉപയോഗിക്കുന്നു. 2 പതിറ്റാണ്ട് മുൻപ് വരെ വലിയൊരു ചെമ്പകമരത്തിലാണ് നരയമ്പ് വള്ളി പടർന്നിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്താലും വള്ളിയുടെ ശക്തി കൊണ്ടും ചെമ്പകമരം ദ്രവിച്ചുപോയി. നിലം പൊത്താറായ വള്ളി പരിസ്ഥിതി സ്നേഹികളായ ഇവിടുത്തുകാർ പിന്നീട് കോൺക്രീറ്റ് തൂണുകളിൽ താങ്ങി നിർത്തി. തടിയൻകൊവ്വൽ മുണ്ട്യ ഭരണസമിതിയാണ് പൂപ്പന്തൽ സംരക്ഷിക്കുന്നത്. ന്യൂസ് 18 പടന്ന. കോതമംഗലം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിലൂടെ ഫർണിച്ചറുകൾ ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ഫർണിച്ചറുകൾ കൈമാറി. 90 ഡെസ്കുകളും ബെഞ്ചുകളുമാണ് കൈമാറിയത്. ഇതോടെ ജില്ലയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ ലഭിച്ച സ്കൂളായി ചെറുവട്ടൂർ മാറി. ഇടുക്കി കീരിത്തോട് സ്വദേശി സനൽ ബാബു വെടിയേറ്റ് മരിച്ചിട്ട് 1 വർഷം. പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സനൽ ബാബു. നിരവധി വാതിലുകൾ മുട്ടിയിട്ടും ഇതുവരെ നീതി ലഭിച്ചില്ലെന്ന പരാതിയിലാണ് സനലിന്റെ കുടുംബം. ഇടുക്കി കീരത്തോട് പാട്ടത്തേൽ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സനൽ ബാബു. പാല മൂലമറ്റം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു. 2022 മാർച്ച് 26 ജോലി പൂർത്തിയായ ശേഷം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് കടയിലുണ്ടായ സംഘർഷത്തിൽ സനലിന് വെടിയേറ്റത്. സനൽ മരിച്ചതോടെ കുടുംബത്തിന്റെ നെടുംതൂണാണ് ഇല്ലാതായത്. രോഗിയായിരുന്ന പിതാവ് സാബുവും 4 മാസത്തിന് ശേഷം മരിച്ചതോടെ കുടുംബം കടുത്ത ബുദ്ധിമുട്ടിലായി. 1 വർഷമായിട്ടും കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന അമ്മ വത്സമ്മയും മുത്തശ്ശി അമ്മിണിയും പറയുന്നു. അവനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏക ആശ്രയം. മരിച്ച് 4ാമത്തെ മാസം ഭർത്താവും മരിച്ചു. ഞങ്ങൾക്ക് പിന്നെ വേറെ ഒരു ആശ്രയത്തിന് ആരുമില്ല. പിന്നെ കേസാണേലും ഞങ്ങൾക്കൊരു അനുകൂലമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പല അപേക്ഷകൾ വെച്ച് സർക്കാരിലേക്ക്, എന്നിട്ടും നീതി കിട്ടിയിട്ടില്ല. ഇതിന് ഒരു നീതിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുവല്ലോ. എനിക്കതിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും പോകുന്നുണ്ട് തൊഴിലുറപ്പിന്.
പലവിധ രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന അമ്മയും മുത്തശ്ശിയും വല്ലപ്പോഴും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതും മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വരുമാനം. കീരത്തോട് ടൗണിലെ 2 സെന്റ് വസ്തുവിൽ ഇടിഞ്ഞു വീഴാറായ കൂരയ്ക്കുള്ളിലാണ് ഇവർ അന്തിയുറങ്ങുന്നത്. സനലിന്റെ മരണത്തിൽ നീതി ലഭിക്കുമെന്നും സർക്കാരിൽ നിന്നും വീട് വയ്ക്കാൻ സഹായം ലഭിക്കുമെന്നുമാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.